ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബിഗ് ബോസിൽ പോകുമ്പോൾ മസ്താനിട്ട ആ ഒരു ജാം സ്യൂട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇത് നമ്മൾ ചെറിയൊരളവിൽ 8 ഇയറിലുള്ള മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ള മെറ്റീരിയൽ നമ്മളടുത്ത് കുറച്ച് കട്ട് പീസസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഒരു ഔട്ട്ഫിറ്റ് ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് എടുത്ത് വെക്കുന്നവരാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഈ ഒരു ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അത് നമ്മളടുത്തുള്ള പീസൊക്കെ ഒന്ന് നോക്കി എന്തായാലും നമുക്കതിൻ്റെ ബോട്ടത്തിൻ്റെ പൊസിഷനിലേക്കുള്ളത് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ മുകൾ ഭാഗത്ത് എന്തായാലും ജോയിൻ ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പം ലൈനിങ്ങിൻ്റെ ക്ലോത്തും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആം ഹോള് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീനക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൽ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കട്ട് പീസൊക്കെ ജോയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെടുത്ത് ആ യോക്കിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗമൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ട് യോക്ക് ലെങ്ത് നമുക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. അതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ബാക്കിൽ സിബ് വെച്ചെടുക്കുന്നതുകൊണ്ട് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കാം. യോക്കിൽ നമ്മൾ വേറൊരു പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 9 ഇഞ്ച് യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും കൂടി കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് സെയിം അളവിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് പൊസിഷനിക്കും ബാക്ക് പൊസിഷനിക്കും ഇതുപോലൊരു ജോയിൻ്റ് വരുന്നുണ്ട്, അല്ലാതെ തുണി തികയില്ലായിരുന്നു. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറിച്ച് നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്കിൽ നമ്മൾ സിബും കൂടിയും വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടിയും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നെക്കും അതുപോലെ തന്നെ സിബും കൂടി വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു സ്ട്രാപ്പ് പോലെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്ത് ലൈനിങ് കൂടിയും വെച്ചിട്ടൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലേക്കും നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു പീസ് വേണം. അപ്പം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രണ്ട് പൊസിഷനിൽ വെച്ചിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസുള്ള പീസിൽ നിന്ന് ചെറിയൊരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വരുന്നുള്ളൂ. 2 സ്ലീവിനും കൂടി കിട്ടുന്ന ഭാഗം നോക്കി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലെങ്ത്തിൽ നമ്മൾ എടുത്തതാണ്. നോർമലി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കും. അതിനായിട്ട് ഞാനൊരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. പാറ്റേൺ പേപ്പർ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് മുകൾക്ക് വരുന്ന ലെങ്ത്ത് 32 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ 32 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആക്ച്വൽ വേസ്റ്റ് റൗണ്ട്, ശരിക്കും കറക്റ്റ് നമുക്ക് വരുന്ന വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. മോൾക്ക് കറക്റ്റായിട്ട് വരുന്ന വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ്. അപ്പോൾ ഞാനതിലൊരു ലൂസും കൂടി ചേർത്ത് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു മടക്ക് പോലെ ഒരു പ്ലീറ്റ് പോലെ അവിടെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 5 ഇഞ്ച് 7 ഇഞ്ചിലൂടെ ഒരു 5 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ് ഞാൻ 5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അതിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലെയർ കിട്ടും. എന്നിട്ട് ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 11 ഇഞ്ചാണ് മോളുടെ ക്രോച്ച് ലെങ്ത്ത് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു 2 ഇഞ്ച് ഇപ്പുറത്തോടു കൂടി വരച്ചിട്ട് നമ്മൾ സാധാരണ ബോട്ടമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴത്തോട്ട് എത്ര ഫ്ലെയർ കിട്ടും അത്രയും ഫ്ലെയർ എടുക്കുക. എനിക്കിവിടെ മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പ്ലീറ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്ത് നോക്കാം. ആ 7 ഇഞ്ചിലേക്ക് നമുക്കൊരു ആ ഒരു 5 ഇഞ്ചിനെ ഒന്ന് പ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മളിത് ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ടത് നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ട് വരുന്നത് എത്രയാണ്? 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. പ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വന്നത് 7 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ഫ്ലെയർ വേണമെങ്കിലും എടുക്കാം. ഈ സൈഡിലേക്ക് നമുക്കൊരു നല്ല ഫ്ലെയർ വേണമെങ്കിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്കും എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ടൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്ലീറ്റ് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു കട്ട് നമ്മളവിടെ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് പ്ലീറ്റൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുകയാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് തന്നെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നമുക്ക് ഫ്രണ്ട് പോർഷനാണ് ഇത് കറക്റ്റായിട്ട് വരിക. നമ്മളുടെ ഈ ക്രോച്ചിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലീറ്റ് നിൽക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് സെൻറ്റർ നോക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ശരിക്കും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫ്ലെയർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു കുറച്ചുകൂടെ ഫ്ലെയർ ഈ സൈഡിലേക്ക് കൊടുത്തിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ഫ്ലെയർ ആയിട്ടൊക്കെ കൊടുക്കാം. മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് പിന്നെ അത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ആ ക്രോച്ചും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഇനി ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ലെവലാക്കിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് പലാസോ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്താലും മതി. ഒരു 1/2 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാലൻസായി വന്നോളും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ സെൻറ്റർ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്ലോപ്സ് ഒന്നും കൊടുക്കുന്നില്ല. കൊടുത്താലും നമുക്ക് അത്രയും ഫാബ്രിക് ഇല്ല. പിന്നെ ഇത് കുറച്ച് ഫ്ലെയർ ടൈപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം കിട്ടുന്ന ഫ്ലെയർ എടുക്കാം എന്നുള്ളതിൽ ഞാൻ ഇത് കറക്റ്റ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫാബ്രിക്കിലേക്ക് ഈ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് യോക്ക് പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ യോക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഫ്രണ്ടിലും ബാക്കിലും നമ്മളൊരു ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നമുക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബോട്ടം യോക്കിലേക്കായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ നമ്മൾ സിബ് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിബ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബോട്ടത്തിൻ്റെ പാർട്ട് എടുത്തിട്ട് അതിൽ ക്രോച്ച് ഏരിയാസ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഫ്രണ്ടിലത്തെ ക്രോച്ച് ഏരിയയും ബാക്കിലത്തെ ക്രോച്ച് ഏരിയയും ആദ്യം ജോയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പ്ലീറ്റ് പോലെ കൊടുക്കാനുണ്ട്. അതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റിൻ്റെ ഭാഗം ക്രോച്ചിൻ്റെ ഭാഗത്തേക്കായിട്ട് രണ്ട് സൈഡിലും പ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് യോക്കിലേക്കായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് എത്രയാണ് നമുക്കിതൊന്ന് പ്ലീറ്റ് ചെയ്താൽ വരുന്ന വേസ്റ്റ് റൗണ്ടെന്ന് നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ആയാലും നമുക്ക് രണ്ട് ഭാഗത്തും നമുക്ക് വരുമ്പോൾ നമുക്ക് സീം അലവൻസും കൂടി അതിൽ പെട്ടോളും. നമുക്ക് 6 ഇഞ്ചാണ് ആക്ച്വലി 12 ഇഞ്ചാണ് വേണ്ടുള്ളൂ. നമുക്ക് 2 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അനുസരിച്ചിട്ട് നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനും ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് ആ പ്ലീറ്റ്സ് ഒന്ന് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടും കൂടി നമ്മൾ ക്രോച്ച് ഏരിയാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും മുകളിൽ വെച്ചിട്ട് രണ്ട് സൈഡ്സും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കും കൂടി അവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ കറക്റ്റുള്ള വേസ്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ പേടിയായിട്ടാണ് തോന്നുന്ന ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹൈപ്പ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.